യെസ്, അങ്ങനെന്താ നമ്മളെ കപ്പിത്താൻ ചേട്ടൻ ബോട്ട് വളച്ചുകൊണ്ട് ഇതാ നമ്മളെ ഈ ഒരു തുറമുഖത്തിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി 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 കൊച്ചി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അങ്ങനെ ഇതാ നമ്മളെ ഫുൾ ടീമായിട്ട് നമ്മളെ ദിബയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇതാ വന്നിട്ട് നമ്മളെ മൂസണ്ടം ദിബയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ മോർണിംഗ് തന്നെ വന്നിട്ട് ഇതാ നമ്മളെ കരാമയുള്ള വൈഡ് റേഞ്ചിൽ നിന്ന് ഒരു സാൻഡ്വിച്ചും ഒരു വടയും എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇതാ സാൻഡ്വിച്ച് വന്നിട്ട് ഇതാ ഓൾറെഡി സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ നമ്മളെ അണ്ണനെ വന്നിട്ട് നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഇതാ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അണ്ണാ ഒന്ന് പേര് சொல்லுங்க. ராஜா. இந்த ராஜா வந்துட்டு இந்த ட்ரிப்பு போறதுக்காக புது டி-ஷர்ட் தான் வாங்கி வந்திருக்கு. ஸ்பிளாஷ் தான் அண்ணா, நல்ல ஆஃபர். எவ்வளவு கொடுத்திருக்கு? അതെ, വെൽക്കം ടു ഡ്രീം ടു പാഷൻ ഫാമിലി. അതേപോലെ തന്നെ നിഖിലാണെന്നുണ്ടെങ്കിൽ നിഖില ഇത് പുതിയത് എടുത്തോണോടാ? ഇത് അപ്പൊ ഇതാ നമ്മളിന്ന് യാത്ര പോകുന്നതെന്ന് വെച്ചാൽ നേരെ ഇതാ നമ്മളെ ബുർജുമാന്റെ അടുക്കുള്ള സ്പിന്നീസിന്റെ അടുത്താണ് ഇതാ നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതാ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാ നമ്മളവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു യാത്ര നേരെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഇതാ ഞങ്ങൾ ഇവിടെ എത്തി. ഫൈൻ ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് കാര്യം ഉണ്ടോ, അല്ലെങ്കിൽ പബ്ലിക് പാർക്കിംഗ് ഇടലാണോ? യെസ്, അങ്ങനത്തെ നമ്മളിതാ സ്പിന്നീസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളെ വണ്ടി വന്നിട്ട് പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്. നിഖിലെ സത്യം പറ, വൈഫിനോട് ഏത് വീടിൻ്റെ കൂടി വന്നോന്ന്. യെസ്, അങ്ങനെ ഇതാ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഇതാ നേരെ മുമ്പിലായിട്ട് ഇതാ നമ്മളെ സ്പിന്നീസിന്റെ മുമ്പിൽ നമ്മളെ ബസ്സുകളും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മളെ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് ബസ്സാണ് നിങ്ങൾ ഏതാ ബസ്? 97349. യെസ്, അതാ നമ്മളെ നേരെ മുമ്പുള്ള ബസ്. അതെന്തുദ്ദേശത്തില്ല നിങ്ങളെ പറഞ്ഞേ? ഇപ്പൊ സ്കൈ മുസണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ ഇത് ഈ ഒരു ബസ്സാണ് നമ്മളെ യാത്ര പോകുന്ന ബസ്. യെസ്, അങ്ങനെ ഇതാ നമ്മളെ ബസ്സിലേക്ക് കയറുവാണ്. യെസ്, അപ്പൊ ഇതാ നമ്മളെ ടീമും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നവീൻ, വേറെ ഗോയിങ്? ഇതെന്താ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറാനുള്ള ഒരു തീരുമാനം? ദീർഘമായി ചിന്തിച്ചല്ലേ? ബസ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മളെ ബസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് ഇതാ നമ്മളെ ദുബായ് ഷാർജ ബോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരെ ഇനിയിപ്പം ഷാർജയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. യെസ്, ഇതാ നമ്മൾ ഷാർജ ദുബായ് ബോർഡർ ക്രോസ് ചെയ്ത് നേരെ ഷാർജ ത്രൂ നമ്മളെ അജ്മാനിൽ നിന്ന് വന്നിട്ട് നേരെ റാസുൽ ഖൈമയിലേക്കുള്ള എക്സിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാ നമ്മളെ റാസുൽ ഖൈമ റോഡിലാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിശാലമായി കിടക്കുന്ന മരുഭൂമികൾ തന്നെയാണ് നമ്മൾ ഷാർജ കഴിഞ്ഞപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ വല്ലപ്പോഴും ചിലയിടത്തൊക്കെ ചെറിയ 1-2 ഒട്ടകങ്ങളും ചില ചെറിയ ഫാമുകളും തുടങ്ങിയ കാഴ്ചകളൊക്കെ ഇതാ നമ്മൾ ഈ യാത്രയിൽ കാണാറുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ റാസുൽ ഖൈമയിലൂടെ പോകുന്ന സമയത്ത് ഇതാ വളരെ ലോങ്ങിലായിട്ട് ഒത്തിരി സിമെൻറ്റ് ഫാക്ടറീസും കാര്യങ്ങളൊക്കെ തന്നെ ഇതാ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. യെസ്, അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഫാമും ആ ഫാമിനോട് ചേർന്നിട്ടുള്ള മലനിരകളൊക്കെയാണ് കാണുന്നത്. വൈശാഖിനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് നല്ല ഉറക്കത്തിലാണ്. രാജ വന്നിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് അടുത്ത ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ, ഗുഡ് മോർണിംഗ്. ഹേയ് നവീൻ. ഹലോ.
ഇതാ നമ്മളെ ഒമാൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആൾക്കാർക്ക് ഇറങ്ങിയിട്ട് നമ്മളെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇതാ നമ്മളെ ബോർഡർ ക്രോസിങ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെയാണ് ഇതാ നമ്മളെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ഇതാ നമ്മളെ ഒമാൻ ബോർഡർ കടന്ന് ഒമാനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഒമാൻ ബോർഡർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന വാഹനങ്ങളൊക്കെയാണ് ഇതാ നമുക്കിവിടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കടൽ മാതിരിയുണ്ട്. കടലാണോ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ രാജ? അങ്ങ് വന്നിട്ട് മലയും അവിടെ വന്നിട്ട് ഒരു ബോട്ടൊക്കെ ഉള്ള ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട്. എടാ ഇതാണോടാ സംഭവം? നീക്കില്ലേ അവിടെ കുറച്ച് ബോട്ടെല്ലാം നിർത്തിയിട്ടാണല്ലോ. എന്താ സംഭവം? ഓ ഇതില് ഇനി കടൽ മാർഗ ഇവിടെ എല്ലാരും ഇറങ്ങാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും എടുക്കണോടാ? എല്ലാം എടുക്കണം. കൊച്ചി നല്ല മണം. ആ കൊച്ചി 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 കൊച്ചിന്റെ മണം തന്നെ കേട്ടാ. നല്ല മണം നല്ല മണം. യെസ് അങ്ങനെ ഇതാ നമ്മള് ബസ് ഇറങ്ങിക്കൊണ്ട് നേരെ ഈ ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ് പോകുന്നത്. യെസ് അങ്ങനെ ഇതാ നമ്മളെ യെല്ലോ കളർ ബോട്ടിലേക്ക് പോവാണ്. ആ യെസ് അങ്ങനെ ബോട്ടുകൾ ചാടി 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 ഇതാ നമ്മളെ യെല്ലോ ബോട്ടിൻ്റെ അടുക്ക എത്താനായിട്ടുണ്ട്. യെസ് നവീൻ വി നീഡ് ടു ഗോ ടോപ്പ് സൈഡ്. ഇപ്പോൾ ഇതാ നമ്മളെ ബോട്ടിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇതാ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ തൊട്ടടുത്തുള്ളൊരു ബോട്ട് വന്നിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏതാനും നിമിഷങ്ങൾക്കും എന്താ നമ്മളെ ബോട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. യെസ് നമ്മളെ ബോട്ട് ഇതാ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇതാ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇതാ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ ഇതാ നമ്മളെ ഈ ഒരു ബോട്ടിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ബോട്ട് വന്നിട്ട് ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. Morning. Welcome to Musaldam. Thank you, thank you. Welcome to Oman. Thank you. For the activities like a banana boat ride, speed boat ride, swimming, snorkeling, kayaking, and there is a beach as well. We will go to the beach for some time to spend some